അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പം നല്ല പൊരി വെയിലാട്ടപ്പോൾ. അപ്പം ഞാൻ എന്താ ചെയ്തെന്നോ, മല്ലിയൊക്കെ രാവിലെ എടുക്കാൻ കഴുകി വെയിലത്തിട്ട് കേട്ടോ. മല്ലി പൊടിച്ചതും തന്നത് കഴിഞ്ഞു. അപ്പം ഞാൻ അതാണ് കഴുകി വൈകുന്നേരം അല്ലേ വാർപ്പിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒരു തുണിയിൽ തിരിച്ചിട്ട് കഴുകിയിട്ട് അപ്പം നല്ല മൊരിഞ്ഞ പോലെ. എന്നിട്ട് ഞാൻ കരിവേപ്പിൻ്റെ ഇല നല്ല ഊരിയിട്ടു. പിന്നെ പെരുജീരകം കുറച്ചിട്ടു. എന്നിട്ട് അത് വറുക്കുക കേട്ടോ. പിന്നെ സാമ്പാർ വെക്കുമ്പോഴും പച്ചക്കറി വെക്കുമ്പോഴൊന്നും ഒരു നുള്ളൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഒന്നും കുഴപ്പമില്ല. പെരുജീരകം വെച്ചിട്ട് ചിലവർ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെ നന്നായി കഴുകി ഉണക്കി എന്നിട്ട് പിന്നെ ഞാൻ വറക്കൂട്ടാ. പിന്നെ നമ്മൾ എണ്ണയിൽ വറക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കി. എല്ലാവർക്കും മല്ലി വറക്കണമൊക്കെ എല്ലാവർക്കും അറിയുന്നാലും ഞാൻ ശീലങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. അപ്പം ഇന്ന് വൈകുന്നേരത്തെ പണിയാണ് കേട്ടോ. 4 മണി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നാൽ വൈകുന്നേരം ചായ കുടിക്കാൻ പോകുമ്പോൾ മല്ലി കയ്യിൽ കൊടുത്താൽ ആണ് പൊടിപ്പിച്ചുകൊണ്ടുവല്ലോ. കുറച്ച് പച്ചരിയുണ്ട്, അതും കൂടിയിട്ടാണ് കൊടുത്തായിരുന്നു. അപ്പോൾ അതാണ് പൊടിച്ചുകൊണ്ടുവരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടമാകുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. മഴക്കാലത്ത് മല്ലി ഇറക്കണ പോലെ ഞാൻ കഴുകിയ ഉണങ്ങൂലെയാണോ വിചാരിച്ചു. പിന്നെ ഞാനപ്പോൾ കഴുകി എന്തായാലും മതി വെച്ചു. അപ്പോൾ നല്ല പൊരി വെയിലാട്ടോ, വേനൽക്കാലം പോലത്തെ വെയിൽ. അപ്പോൾ ഞാനത് ഉണങ്ങിയപ്പോൾ ഞാൻ 4 മണിക്ക് എടുത്തിട്ട് വറുത്തിട്ട് കാക്കാടയിൽ കൊടുത്തേക്കാൻ നിൽക്കട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്തോളൂ. കരിവേപ്പിൻ്റെ ഇലയൊക്കെ നല്ലോണം ഇട്ടോളൂ കേട്ടോ. ഈ കൊളസ്ട്രോളിന് ഇതിനൊക്കെ നല്ലതാണ് ഇത്ര. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്തോളുണ്ട്. കരിവേപ്പിൻ്റെ ഇല ഇല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പൊടിച്ചൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഇപ്പോൾ ഉണ്ടായിരിക്കണം. അതൊക്കെ ഒരു പുഴുക്കേടുണ്ട്. അപ്പോൾ നാളെ വേറെ വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.